ടാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനം ഹ്യുണ്ടായി ക്രെറ്റയുടെ ഫേസ്ലിഫ്റ്റഡ് വെർഷനാണ്. ഫേസ്ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ കണ്ടുവന്ന പോലെ ഫ്രണ്ട് ഗ്രില്ല് ലൈറ്റ്, അതുപോലെ റിയറിലെ ലൈറ്റ് മാത്രമല്ല വാഹനത്തിൽ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. ഇന്റീരിയറിലെ ഫീച്ചേഴ്സിലും അതുപോലെ തന്നെ എക്സ്റ്റീരിയറിലും കാര്യമായ മാറ്റങ്ങളാണ് ഹ്യുണ്ടായി കൊണ്ടുവന്നിരിക്കുന്നത്. ഹ്യുണ്ടായി ക്രെറ്റയെ പറ്റി പറയുകയാണെങ്കിൽ 2015-ലാണ് ഹ്യുണ്ടായി ക്രെറ്റ ആദ്യമായിട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് 2020-ലാണ് നമ്മളൊരു ഫേസ്ലിഫ്റ്റ് വെർഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് വെർഷൻ, സെക്കൻഡ് ജനറേഷൻ എന്ന് വിളിക്കാവുന്ന ക്രെറ്റ, ഈ ഒരു മോഡലിൻ്റെ പ്രീവിയസ് വാഹനം വന്നിരുന്നത്. അപ്പോൾ അതിനൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വാഹനം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഹ്യുണ്ടായി ക്രെറ്റ ഫേസ്ലിഫ്റ്റിൻ്റെ എൻട്രി ലെവൽ വേരിയൻ്റായ ഈ വേരിയൻ്റാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു വാഹനം ഡീസലിലും അതുപോലെ തന്നെ പെട്രോളിലും അവൈലബിൾ ആണ്. നമുക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ 10,99,000 ആണ് പെട്രോൾ വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത്. കൂടാതെ 12,45,000 രൂപയാണ് ഡീസൽ വേരിയൻറ്റിൻ്റെ വില വരുന്നത്. ഇത് നമുക്ക് വാഹനത്തിൻ്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും നോക്കാം. ഇനി എക്സ്റ്റീരിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബോണറ്റ് മുതലുള്ള കാര്യങ്ങളിലെല്ലാം കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബോണറ്റിൽ പവർ ബഡ്ജസ് ആയിട്ട് 2 ലൈൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അത് പുതിയ ബോണറ്റ് ആണെന്ന് തന്നെ പറയാം. ഇനി ഈ ഒരു ഭാഗത്ത് കാണുന്നത് DRLs പാർക്ക് ലൈറ്റ് ആണ്. ഈ ഒരു വേരിയൻറ്റിൽ DRLs വരുന്നില്ല. പക്ഷേ ഈ 2 പോർഷനും വരുന്നത് പാർക്ക് ലൈറ്റ് ആണ്. ഈ ഭാഗത്ത് വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നോർമൽ ഹാലജൻ ബൾബ്സ് ആണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. താഴ്ഭാഗത്ത് ബമ്പറിലാണ്, നേരത്തെയും ക്രെറ്റയിൽ ബമ്പറിലായിരുന്നു ഹെഡ്ലാമ്പ്സ് കൊടുത്തിരുന്നത്. ഇതിന് ഹെഡ്ലാമ്പ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ജനറേഷൻ ക്രെറ്റയിലും ഒരു ബൈ ഫങ്ഷണൽ ആയിട്ടുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ലോ ബീമിനും താഴ്ഭാഗത്തായിട്ട് ഹൈ ബീമും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മനോഹരമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഹെഡ്ലാമ്പിന് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ LED യൂണിറ്റ് ആയിട്ട് മാറും. പിന്നെ ഗ്രില്ലിലേക്ക് വന്നാൽ അത്യാവശ്യം മസ്കുലർ ആയിട്ടുള്ള ഗ്രില്ലായി മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി ബോൾഡ് ഫീൽ തരുന്ന രീതിയിലാണ് ഫ്രണ്ട് ഗ്രില്ല് വന്നിരിക്കുന്നത്. അതൊരു പെയിൻറ്റഡ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമേറിയ ഹ്യുണ്ടായിയുടെ ലോഗോ കാണാം. അതൊരു അലുമിനിയം ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. താഴ്ഭാഗത്തായിട്ട് സ്കിഡ് പ്ലേറ്റ്, നേരത്തെ വ്യത്യാസമായിട്ട് അത്യാവശ്യം മസ്കുലർ ആയിട്ടുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴ്ഭാഗത്ത് എയർ ഡാമും കാണാവുന്നതാണ്. ഇരുവശത്തും പാർക്ക് അല്ലെങ്കിൽ ഫോഗ് ലാംപ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടില്ല. അത് ടോപ്പ് വേരിയൻറ്റിലും ഞാൻ ഫോഗ് ലാമ്പ് ഒന്നും കണ്ടില്ല. ഇവിടെ ഒരു എയർ കർട്ടൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നതെന്നും പറയാം. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യമായ മാറ്റങ്ങൾ പറയാനായിട്ടില്ല, എങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. പിന്നെ പ്ലാറ്റ്ഫോം വരുന്നത് സെയിം തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പ്ലാറ്റ്ഫോം തന്നെയാണെങ്കിലും ഇപ്പോൾ സേഫ്റ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഹൈ ടെൻസിൽ ആയിട്ടുള്ള സീൽസ് ആണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. മുൻഭാഗത്ത് കുറച്ചുകൂടി സ്ട്രെങ്തൻ ആക്കിയിട്ടുണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനി മുൻഭാഗത്ത് വ്യത്യാസം വരുന്നത് ബമ്പറിൻ്റെ ഈ ഒരു പോർഷനിലെ ഡിസൈനാണ്. മുൻഭാഗത്ത് സൈഡ് പ്രൊഫൈലിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് സെൻറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 16 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. വീൽ ക്യാപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടേൺ ഇൻഡിക്കേറ്റർ മിററിൽ കൊടുക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. പുതിയ വാഹനങ്ങൾ, ഗ്രാൻഡ് വിറ്റാര പോലുള്ള വാഹനങ്ങളൊക്കെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് മിററിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ബാക്കി സൈഡ് ഡോർ, ഫ്രണ്ട് ഡോറും റിയർ ഡോറിലും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. റൂഫ് റെയിൽസ് ഈ ഒരു വാഹനത്തിൽ, ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. നമുക്ക് അക്സസറി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പാനൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു സിൽവർ ഫിനിഷിലാണ് എല്ലാ വേരിയൻറ്റിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഡുവൽ ടോൺ ഫീൽ തോന്നിക്കുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. പിന്നെ റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റിൻ്റെ ഡിസൈൻ കാര്യമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ന്യൂ ജനറേഷൻ വാഹനം കാണും പോലെ ഒരു കണക്റ്റഡ് ടൈൽ ലാമ്പ് എന്നുള്ള രീതിയിലാണ് പുതിയ വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഈ വേരിയൻറ്റിൽ നമുക്ക് ഷാർപ്പിൻ ആൻറ്റിന അല്ല വരുന്നത്, നോർമലായിട്ടൊരു മൈക്രോ ആൻറ്റിനയാണ് വരുന്നത്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. സ്പോയിലറിലാണ് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. അതിമനോഹരമായ ഡിസൈനാണ്. ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെയൊക്കെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഏരിയയിലാണ് ഈ ലോഗോ കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. ഇതൊരു ഫുള്ളായിട്ടൊരു ഗ്ലാസ് പീസാണ്. അതിനകത്താണ് ഈ ഹ്യുണ്ടായിയുടെ ലോഗോ കൊടുത്തിരിക്കുന്നത്. നമ്പർ പ്ലേറ്റിൻ്റെ പോർഷനിലൊന്നും കാര്യമായ മാറ്റമില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഹ്യുണ്ടായിൽ ക്രെറ്റയിലും ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ക്രെറ്റയുടെ ഒരു ബാഡ്ജിങ് കാണാവുന്നതാണ്. ഇനി ഇരുവശത്തുമായിട്ട് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ക്രെറ്റയിൽ റിവേഴ്സ് ലൈറ്റ് ഇതിൻ്റെ ഒരു സ്പ്ലിറ്റ് യൂണിറ്റ് ആയിട്ടാണ് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത് സെൻറ്ററിലേക്ക് മാറിയിട്ടുണ്ട്. അത്യാവശ്യം മസ്കുലർ ആയിട്ടുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് തന്നെയാണ് റിയറിലും കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ബൾക്കി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മസ്കുലർ ഫീൽ തോന്നുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ, ഇതിൻ്റെ ഡിസൈനും പാറ്റേണും ഒക്കെ നമുക്ക് കുറച്ചുകൂടി, നമ്മൾ ക്രെറ്റ പഴയ മോഡൽ പ്രീ ഫേസ്ലിഫ്റ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ക്ലീൻ ആക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള കാര്യം. ഇതിലത് കുറച്ചുകൂടി നീറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ വരുന്നത് റിവേഴ്സ് ലൈറ്റാണ്. ഇത് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. 2 പാർക്കിംഗ് സെൻസേഴ്സാണ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത്. ഈ വേരിയൻറ്റിൽ റിവേഴ്സ് ക്യാമറ വരുന്നില്ല. മ്യൂസിക് സിസ്റ്റം അല്ല, അതുകൊണ്ടാണ് റിവേഴ്സ് ക്യാമറയും അവൈലബിൾ അല്ല.
ഇലക്ട്രിക് ബൂട്ട് റിലീസാണ് ക്രെറ്റയിൽ നേരത്തെ ഉണ്ടായിരുന്ന ക്രെറ്റയിലും ഉണ്ടായിരുന്നത്. ഈ വേരിയന്റിൽ പാഴ്സൽ ട്രേ അവൈലബിൾ അല്ല. ബൂട്ട് സ്പേസിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ 433 ലിറ്റർ ആയിട്ടുണ്ട് ബൂട്ട് കപ്പാസിറ്റി. നേരത്തെ നമ്മൾ ക്രെറ്റയിൽ പറഞ്ഞിട്ടുള്ളത് പോലെയാണ് ഇരുവശത്തും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ്. നമ്മൾ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. ഇനി ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ അപ്ഗ്രേഡ് വന്നിട്ടുള്ളത് സീറ്റിലാണ്. നേരത്തെ സിംഗിൾ സീറ്റ് ആയിരുന്നുവെങ്കിൽ, ഈ വേരിയന്റിൽ സിംഗിൾ സീറ്റ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 60-40 സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൂട്ട് യൂസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബൂട്ട് കപ്പാസിറ്റിയാണ് വരുന്നത്. 60-40 സ്പ്ലിറ്റ് ഈ ഒരു വേരിയന്റിൽ വരുന്നുണ്ട്. ഇനി ബൂട്ടിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് ഡോർ അടയ്ക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ഹാൻഡിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഈ പോർഷനിലായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഡോറൊക്കെ അടയ്ക്കുന്ന സമയത്ത് എല്ലാവരും നമ്മളിങ്ങനെയാണ് അടയ്ക്കുന്നത്. അപ്പം നഖവും അതുപോലെ തന്നെ മോതിരമൊക്കെ കൊണ്ട് സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ക്രെറ്റയുടെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായി തുറക്കുന്ന ഡോറുകളാണ്. ഇനി ഡോറിൽ കളർ തീമിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു ഗ്രേയും അതുപോലെ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ബീജ് അല്ലെങ്കിൽ ഗ്രേയുടെ തന്നെ ലൈറ്റഡ് ഷെയ്ഡ് എന്ന് വിളിക്കാവുന്ന ഒരു കളറുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലൈറ്റ് ഷെയ്ഡിൽ പെട്ടെന്ന് ഡേർട്ട് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടി വരും. ഡോറിൻ്റെ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോയും അതുപോലെ തന്നെ ലോക്ക് അൺലോക്കിൻ്റെ സ്വിച്ചുകൾ മാത്രമേ ഈ ഒരു പോർഷനിൽ വന്നിട്ടുള്ളൂ. സൈഡ് വ്യൂ മിറർ ഇപ്പോഴും ഈ ഒരു സ്റ്റിക്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഫോൾഡ് വേണമെന്നില്ലായിരുന്നു, പക്ഷേ അഡ്ജസ്റ്റബിൾ കൊടുക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഏതാണ്ട് 11 ലക്ഷം രൂപ വില വരുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കറിൻ്റെ ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നതാണ്. ഈ വേരിയൻറ്റിൽ സ്പീക്കേഴ്സ് വരുന്നില്ല. താഴ്ഭാഗത്തായിട്ട് അത്യാവശ്യം വലിപ്പമേറിയ ഒരു ബോട്ടിൽ ഹോൾഡറും അതുപോലെ തന്നെ വിശാലമായ സ്റ്റോറേജ് സ്പേസും അവൈലബിൾ ആണ്. ഇനി ബേസ് വേരിയൻറ്റ് തൊട്ട് തന്നെ സ്റ്റാൻഡേർഡായിട്ട് 6 എയർ ബാഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെഹിക്കിൾ സ്റ്റെബിലിറ്റി പ്രോഗ്രാം അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, സേഫ്റ്റിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് പറയേണ്ടത് ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിലെ ഒരു ഇൻസേർട്ടാണ്. നമ്മൾ നോർമലി വാഹനങ്ങൾ സ്കിഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ഡോർ സ്കിൽ ഗാർഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ്. നമ്മളെപ്പോഴും ഇറങ്ങുമ്പോഴും കയറുമ്പോഴും സ്ക്രാച്ച് ആവാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ ഒരു പോർഷൻ. അതിൽ നീറ്റായിട്ട് തന്നെ ഒരു പ്ലാസ്റ്റിക് പോർഷൻ ഹുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാം. ഇനി ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് തൊട്ട് തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് അവൈലബിൾ ആണ്. മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ക്രെറ്റയുടെ ഇന്റീരിയറിൽ ആദ്യം പറയേണ്ടത് ഡാഷ്ബോർഡിന്റെ ഒരു ഡിസൈനും ലേഔട്ടും ഒക്കെ തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ക്രെറ്റയിൽ അത്യാവശ്യം ഫംഗ്ഷണൽ ആയിട്ടുള്ള നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിരുന്ന ഒരു ഡാഷ്ബോർഡ് ആയിരുന്നുവെങ്കിൽ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പ്രീമിയവും അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ക്രെറ്റയുടെ ഡാഷ്ബോർഡ് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും പറയുന്നത് കളർ തീം, ഈ ഒരു ഭാഗത്ത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ കൊടുത്തിട്ടുണ്ട്. ബീജിന്റെ ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. ഈ പോർഷനിലെ AC വെന്റും അതിൻ്റെ ഒരു സ്ട്രെച്ച് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് പോർഷനൊക്കെ മനോഹരമായിട്ടുണ്ട്. അതിലൊരു ക്രോമിയം ഫിനിഷും കൊടുത്തിട്ടുണ്ട്. AC വെന്റുകളുടെയൊക്കെ പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ 4 AC വെന്റ്സും കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ പോർഷനിൽ ഒരു റബ്ബറിന്റെ ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷനിൽ വയ്ക്കുന്ന സാധനങ്ങൾ സ്കിഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത്രയും തിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഇതൊരു റബ്ബർ പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ AC ഡിസൈനൊക്കെ ഇതുവഴി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നതൊക്കെ മനോഹരമായിട്ടുണ്ട്. ഇനി പറയേണ്ടത് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെയും അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റത്തിന്റെയൊക്കെ കൺട്രോൾ വരുന്ന ഈ ഒരു പോർഷനെ പറ്റിയാണ്. ഇപ്പോൾ പുതിയ വാഹനങ്ങളിലെ കണ്ടുവരുന്ന പോലെ ഇതൊരു സിംഗിൾ പാനൽ യൂണിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതൊരു 10 ഇഞ്ചിന്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ടച്ച് സ്ക്രീൻ അല്ല, നോർമൽ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഹ്യുണ്ടായി എക്സ്ട്രാ വെന്യൂ തുടങ്ങിയ എല്ലാ വാഹനങ്ങളും ഹ്യുണ്ടായിയുടെ പുതിയ വാഹനങ്ങളിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഫംഗ്ഷൻസ് ഒക്കെ അവൈലബിൾ, എല്ലാം സ്റ്റിയറിംഗിൽ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അത്യാവശ്യം എല്ലാ ഫംഗ്ഷൻസും ഉള്ളൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് വരുന്നത്. എല്ലാം ഡിജിറ്റലായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ക്രെറ്റയിൽ ബേസ് വേരിയന്റിലൊക്കെ അനലോഗ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഡിജിറ്റലിലേക്ക് മാറിയിട്ടുണ്ട്. ഫുള്ളി ഡിജിറ്റലാണ്. RPM മീറ്റർ ഈ ഒരു ഭാഗത്ത് ഡിജിറ്റലായിട്ട് കാണിക്കും. ഇത് സ്പീഡോമീറ്റർ ആണ്, ഈ 0-ൽ കാണിക്കുന്ന സ്പീഡോമീറ്റർ ആണ്. ഫ്യൂൽ ഗേജിന്റെ ഇൻഡിക്കേഷൻ താഴെയുണ്ട്. അതുപോലെ തന്നെ ഹീറ്റിന്റെ കാര്യവും മറ്റ് ടെമ്പറേച്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിലും കാണിക്കുന്നതാണ്. പിന്നെ മൈലേജ് കാര്യങ്ങളെല്ലാം ഈ ഒരു സാധനത്തിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് പോലെ തന്നെ ടിൽറ്റും അതുപോലെ തന്നെ ടെലിസ്കോപ്പിംഗ് സ്റ്റിയറിംഗ് ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ടെലിസ്കോപ്പിക്കും അതുപോലെ തന്നെ ടിൽറ്റും ഫംഗ്ഷൻ എല്ലാ വേരിയന്റിലും അവൈലബിൾ ആയിട്ടുണ്ട്. അതൊരു പ്രീമിയം ടച്ച് ആയിട്ട് തോന്നി. ഇനി സ്റ്റിയറിംഗിൽ മറ്റ് കൺട്രോളൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഡി കട്ട് തന്നെയാണ് സ്റ്റിയറിംഗ് കൊടുത്തിരിക്കുന്നത്. അതിൽ മ്യൂസിക് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ കൺട്രോൾസ് ഒന്നും കൊടുത്തിട്ടില്ല. ക്രൂയിസ് കൺട്രോൾ ഈ ഒരു വേരിയന്റ് അവൈലബിൾ അല്ല. ആകെപ്പാടെ വരുന്നത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ കൺട്രോളാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഒരു സിൽവർ ഫിനിഷ്, അതുപോലെ ഉണ്ടായ ലോഗോ, ഗ്രേ കളറാണ് സ്റ്റിയറിംഗ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ കണ്ടിന്യൂറ്റി എന്ന് തോന്നിക്കുന്ന ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ വേരിയന്റ് ആണ്, അതുകൊണ്ട് തന്നെ മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. മ്യൂസിക് സിസ്റ്റം ഉള്ള വേരിയന്റ് ടച്ച് സ്ക്രീൻ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. 10 ഇഞ്ചിന്റെയൊക്കെ ടച്ച് സ്ക്രീൻ ആഡ് ചെയ്താൽ മനോഹരമായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂ ആയിട്ട് തോന്നുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പോർഷനിൽ അതിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു
കോപ്പർ എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ ഒരു ടച്ചും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അറ്റൻഷൻ ഡീറ്റെയിൽ എന്നുള്ള രീതിയിൽ നമുക്കിതൊക്കെ എടുത്ത് പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഹുണ്ടായി കൊടുത്തിരിക്കുന്നത്. ഇനി എനിക്കൊരു ഡിസൈൻ അല്ലെങ്കിൽ അറ്റൻഷൻ ഡീറ്റെയിലിൻ്റെ ഒരു കാര്യമായിട്ട് പറയാൻ പറ്റുന്നത് ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് ഏരിയ ആണ്. നമുക്കിപ്പോൾ ഈ ഒരു പോർഷനും വൈറ്റ് ആണ് കൊടുത്തിരുന്നതെങ്കിൽ റിഫ്ലക്ഷൻസ് കൂടാനുള്ള സാധ്യത കൂടുതലായിരുന്നു. നമ്മൾ വെയിലത്തൊക്കെ പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഹുണ്ടായി അറിഞ്ഞു തന്നെ ഈ ഒരു പോർഷൻ ക്ലിയർ അടിക്കാത്ത രീതിയിൽ ആ ഒരു പോർഷൻസ് മൊത്തവും ബ്ലാക്കനാണ് കൊടുത്തിരിക്കുന്നത്. ഈ പോർഷൻ ഇതിൻ്റെ മുകളിൽ വരുന്ന ഇങ്ങനെ ഒരു കറങ്ങി വരുന്ന ഒരു പോർഷൻ ഉണ്ട്, അതും ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലും ഈ ഒരു പോർഷനിലും കോ ഡ്രൈവറിൻ്റെ ഫ്രണ്ടിലും വരുന്ന ആ ഒരു പോർഷൻ മാത്രമാണ് വൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്തിരിക്കുന്നത്. കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റ് ഒന്നും ഓട്ടോമാറ്റിക് AC വരുന്നില്ല, മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന AC ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൺട്രോൾസ് ഒക്കെ ഒരു ടിക് ടാക് ഫീൽ ഉണ്ട്, ഒരു പ്രീമിയം ഫീൽ തോന്നുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. AC-യുടെ ഓൺ ഓഫ് സ്വിച്ച് അതുപോലെ മറ്റ് കൺട്രോൾസും കാണാവുന്നതാണ്. നമുക്ക് ഡുവൽ സോൺ ഓട്ടോമാറ്റിക് വേരിയൻ്റ് വരുന്ന SX-ലാണ്. SX-ൽ ഡുവൽ സോൺ ആയിട്ടുണ്ട്. നേരത്തെ സിംഗിൾ സോൺ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. SX മുതലുള്ള വേരിയൻറ്റിലേ ഉള്ളൂ. താഴ്ഭാഗത്തായിട്ട് അത്യാവശ്യം വലിയ ഫോണും കാര്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ കാണാവുന്നതാണ്. വയർലെസ് ചാർജിങ് ഒന്നും ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. ഒരു നോർമൽ 12 വാട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് സിയുടെ ചാർജിങ് സോക്കറ്റും അവൈലബിൾ ആണ്. ഡീസൽ വേരിയൻറ്റ് 6 സ്പീഡാണ് വരുന്നത്. 6 സ്പീഡിൻ്റെ ഗിയർ ബോക്സ് നമുക്ക് കാണാവുന്നതാണ്. താഴ്ഭാഗത്തായിട്ട് നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ സെൻട്രൽ ആംറസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമേറിയ ഒരു സ്റ്റോറേജ് ഏരിയയാണ് സെൻട്രൽ ആംറസ്റ്റിന് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. ടോപ്പ് വേരിയൻറ്റിൽ പാർക്കിംഗ് ബ്രേക്ക് ഇലക്ട്രിക് ആണെങ്കിൽ ഇത് മാനുവലായിട്ട് ചെയ്യാൻ ക്രമീകരിക്കുന്ന പാർക്കിംഗ് ബ്രേക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് ക്രെറ്റയിൽ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് ക്രെറ്റയിൽ വന്നിരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ട് തരുന്ന, നല്ല വിസിബിലിറ്റി തരുന്ന ഒരു സീറ്റാണ്. നല്ല ബോൾസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ലോങ് ഡിസ്റ്റൻസിനും ഒട്ടും തന്നെ ക്ഷീണം വരാത്ത രീതിയിലുള്ള സീറ്റ്, അതുപോലെ തന്നെ ഡ്രൈവിന് എല്ലാ രീതിയിലും വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വിസിബിലിറ്റി അത്യാവശ്യം എക്സലൻ്റ് ആയിട്ടുള്ള വിസിബിലിറ്റി തരുന്നുണ്ട്. അപ്പം ലേഡീസൊക്കെ ആണെങ്കിലും ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രായമായവർക്കും ഒക്കെ അത്യാവശ്യം ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബോണറ്റ് കണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഗ്ലൗ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമേറിയ ഗ്ലൗ ബോക്സ് തന്നെയാണ്. അതിൽ കൂൾഡ് ഫംഗ്ഷൻ വരുന്നില്ല. ടോപ്പ് വേരിയൻറ്റിൽ കൂൾഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ നോർമലി മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബാക്ക് IRVMs ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ ടിക്കറ്റ് ഹോൾഡർ വരുന്നുള്ളൂ. സൺവൈസറിൽ ഈ സൈഡിൽ കോ ഡ്രൈവർ സൈഡിൽ വലിയൊരു ഗ്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും സൺ ഗ്ലാസ് ഹോൾഡർ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഇനി റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡോർ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറാണ്. വേറെ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. അത്യാവശ്യം വലിപ്പമേറിയ ഒരു ഡോർ, പോക്കറ്റ് അല്ലെങ്കിൽ വാട്ടർ ഹോൾഡർ ഉണ്ട്, ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള പോക്കറ്റ് വരുന്നുണ്ട്. അതിന് പവർ വിൻഡോയുടെ സ്വിച്ച് കാണാവുന്നതാണ്. ഈ ഒരു കൺട്രോൾസും ഈ ഒരു കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ആൻഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാം. ഇനി സീറ്റിലേക്ക് വന്നാൽ സീറ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. കുറച്ചുകൂടി നേരത്തെ ഉണ്ടായിരുന്ന വാഹനത്തിനേക്കാൾ കംഫർട്ടാണ് ഇപ്പോൾ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണം. അത്യാവശ്യം നല്ല റിക്ലൈൻ ആംഗിൾ കൊടുത്തിട്ടുണ്ട്. ഇനി ലെഗ് സ്പേസ് നോക്കുവാണെങ്കിൽ മുൻ സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. എൻ്റെ ഹൈറ്റ് 5 feet 8 ആണ്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് അടിയിലേക്ക് വയ്ക്കാനായിട്ട് ഫുഡ് സ്പേസും അവൈലബിൾ ആണ് എന്നുള്ള കാര്യം പറയാം. സെൻട്രലിൽ വളരെ ചെറിയൊരു സെൻട്രൽ ടണലാണ് വരുന്നത്. അതുകൊണ്ട് 3 പാസഞ്ചേഴ്സിന് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല വിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ക്രെറ്റ വരുന്നത്. ഇനി സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റിന് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു സ്പ്ലിറ്റ് സീറ്റാണ് എന്നുള്ള കാര്യം. അതിൽ 2 way നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ബേസ് വേരിയൻ്റ് തൊട്ട് തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല റിക്ലൈൻ ആയിട്ടുള്ള ആംഗിളാണ് കിട്ടുന്നത്. വളരെ റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള റിക്ലൈൻ ആംഗിൾ ഈ ഒരു സെക്കൻഡ് പൊസിഷൻ ഇട്ട് കഴിയുമ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ബേസ് വേരിയൻ്റ് പോലെ തന്നെ അവൈലബിൾ ആണെന്നുള്ള കാര്യം പറയാം. അതുപോലെ മിഡിലിൽ സെൻട്രൽ ആംറെസ്റ്റും വരുന്നുണ്ട്. നേരത്തെയുള്ള വാഹനത്തിൽ അതില്ലായിരുന്നു. ഇപ്പോൾ പുതിയ ക്രെറ്റ വന്നപ്പോൾ സെൻട്രൽ ആംറെസ്റ്റും ബേസ് വേരിയൻ്റ് തൊട്ട് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടി വരും. ഇനി മറ്റു കാര്യങ്ങൾ നോക്കിയാൽ റിയറിലെ AC വെൻ്റൊക്കെ നേരത്തെയുള്ള ക്രെറ്റയിലും അവൈലബിൾ ആയിരുന്നു. താഴ്ഭാഗത്തായിട്ട് 2 ചാർജിങ് സോക്കറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് സിയുടെ ചാർജിങ് സോക്കറ്റാണ്. അതുപോലെ ഇവിടെ ഒരു ഫോൺ വെക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും പറയാം. റിയർ സീറ്റ് കംഫർട്ടിന് ഹുണ്ടായി കാര്യമായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ബേസ് വേരിയൻറ്റ് എൻട്രി ലെവൽ വേരിയൻ്റായ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്പ്ലിറ്റ് സീറ്റ് ആയിരുന്നാലും അതുപോലെ തന്നെ ആംറെസ്റ്റ് ആയിരുന്നാലും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആയിരുന്നാലും ഈ റിക്ലൈൻ ഫംഗ്ഷൻ ആയിരുന്നാലും ഒക്കെ ഒരു കൂടുതൽ ഒരു പ്രീമിയംനെസ് അല്ലെങ്കിൽ ഒരു കംഫർട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റിയറിലും നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിലെ ഒരു പോർഷൻ നമുക്ക് എടുത്ത് പറയണം. നമ്മളെപ്പോഴും ഇറങ്ങുമ്പോഴും കയറുമ്പോഴും നമുക്ക് നോർമലി സ്ക്രാച്ച് വീഴാനുള്ള ഏരിയ ആണിത്. അതിൽ ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത് എടുത്ത് പറയാം. ഇപ്പോൾ എൻട്രി ലെവൽ വേരിയൻ്റ് ആണെങ്കിൽ പോലും കംഫർട്ടിന് യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ലാത്ത ഒരു റിയർ സീറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഹുണ്ടായി ക്രെറ്റയുടെ ഈ വേരിയൻറ്റിൽ കിട്ടുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ 2024 ക്രെറ്റയിൽ കാര്യമായ ഡയമെൻഷൻസിൽ മാറ്റമൊന്നും വന്നിട്ടില്ല.
വ്യത്യാസം വന്നിരിക്കുന്നത് ഒരു 30 mm ലെങ്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഫ്രണ്ടിലെയും റിയറിലെയും ബമ്പറിൻ്റെ മാറ്റമാണത്. ഇപ്പോൾ 4330 mm ആയിട്ടുണ്ട് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത്. 2610 mm തന്നെയാണ് വീൽ ബേസ് വരുന്നത്. കൂടാതെ വിഡ്ത്ത് വരുന്നത് 1790 mm ആണ് വിഡ്ത്ത് വരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ആദ്യം പറയേണ്ടത് ബോണറ്റിൻ്റെ ഒരു വെയിറ്റ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന ക്രെറ്റയിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യമായ വെയിറ്റിൽ വർധനവ് വന്നിട്ടുണ്ട്. നല്ല വെയിറ്റ് തോന്നുന്ന രീതിയിലാണ് ഈ ഒരു ബോണറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. ഇനി എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രി ലെവൽ വേരിയൻറ്റ് 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ് വരുന്നത്. 1.5 ലിറ്റർ പെട്രോളും അതുപോലെ തന്നെ 1.5 ലിറ്റർ ഡീസലിലുമാണ് വരുന്നത്. 2 മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യവും പറയാം. ഇനി ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വരുന്നത് SX എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് വരുന്നത്. അത് IVT ആണ് പെട്രോളിൽ വരുന്നത്. ഡീസൽ നോർമൽ AT വേരിയൻ്റ് ആണ് വരുന്നത്. ഇനി IVT വേരിയൻറ്റ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കൽ കൂടുതൽ ജനപ്രിയമാകുന്നത് കൊണ്ട് തന്നെ ഒരു ELO EX അല്ലെങ്കിൽ EXലോ Sലോ ഉള്ള വേരിയൻറ്റിലും ഓട്ടോമാറ്റിക് പതിപ്പുകൾ കൊടുത്തിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇനി ഈ ഒരു വാഹനത്തിൽ ടർബോ പെട്രോൾ എഞ്ചിനുണ്ട് ടോപ്പ് വേരിയൻറ്റിൽ. SX ഓപ്ഷനിൽ മാത്രമാണ് ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നത്. അതിൻ്റെ ഒരു കരുത്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് മാത്രമാണ് ഇപ്പോൾ ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നതെന്നും പറയാം. ഇനി ഹ്യുണ്ടായി ക്രെറ്റ എൻട്രി ലെവൽ വേരിയൻറ്റിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.